സാറ് കുറച്ചു മുമ്പ് പറഞ്ഞു ഗുരു എന്ന് പറയുന്നത് ഒരു ഗ്രന്ഥമാവാമെന്ന് സിഖ് ഗുരു പറഞ്ഞു എന്നുള്ള അർത്ഥത്തില്. അതെനിക്ക് പെട്ടെന്നൊരു എന്തോ ഒരു കണക്ഷൻ വന്ന പോലെ തോന്നി. അതായത് ശങ്കരാചാര്യർ പറഞ്ഞിട്ടുണ്ടത്രേ, അതായത് ഗുരുവും ശിഷ്യനും ഗ്രന്ഥവുമില്ല എന്ന്. അതൊരു സ്റ്റേറ്റ് ഓഫ് ബ്ലിസ്സിലായിരിക്കണം. ഗുരുവോ ഗ്രന്ഥമോ ശിഷ്യനോ ഇല്ല എന്നുള്ള അർത്ഥത്തിൽ. അബ്സല്യൂട്ട് സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നെസ് എന്നുള്ള അർത്ഥമായിരിക്കാം അതിന് ഉണ്ടായിരിക്കുക. അപ്പൊ അവിടെയൊന്നും തന്നെ ഒരു പിൽക്കാല പഠന ഉപാധികളില്ല എന്നുള്ള ഒരു അർത്ഥം വരുന്നുണ്ട്. കൃഷ്ണമൂർത്തി അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ഒരു എന്താണ് ഒരു ലിബറേഷൻ, ഒരു ഫ്രീഡം ടോക്ക് ഉണ്ട്, ഫ്രീഡം ഓഫ് സംതിങ്. അതിൽ പറയുന്നുണ്ട്, ഈ ട്രൂത്ത് cannot be find out through any establishment. പക്ഷെ പിൽക്കാലത്ത് അദ്ദേഹം ഉൾപ്പെടെ തന്നെ സമ്മതിച്ചുകൊണ്ട് ഒരു ഫൗണ്ടേഷൻ ഉണ്ടാക്കുകയും ഒക്കെ ആയി. അപ്പോ എസ്റ്റാബ്ലിഷ്മെന്റ് ഉണ്ടെങ്കിൽ ഒരു പക്ഷെ വീണ്ടും ഒരു കൃഷ്ണമൂർത്തി ഉണ്ടാവാൻ സാധ്യത, അല്ലെങ്കിൽ അതിനൊരു പിന്മുറക്കാരൻ ഉണ്ടാവാനുള്ള സാധ്യത കാണുന്നുണ്ട്. എന്നാൽ ഇത് ഏതൊരു തലത്തിലാണ് എസ്റ്റാബ്ലിഷ്മെന്റിന് സാങ്കത്യമില്ല എന്ന് അവർ തീരുമാനിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ ആ ഒരു പോയിന്റ്, ആ ഒരു പ്രസ്താവന എങ്ങനെ വിളിക്കുമെന്നു ആ അർത്ഥത്തിലാണ് എന്റെ ചോദ്യം. വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് സാർ ചോദിച്ചത്. ഞാൻ ഇതിൻ്റെ 3 കാര്യങ്ങളും പോയിന്റ് എഴുതി വെച്ചു, മറന്നു വായിക്കാൻ. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഗുരു ഗ്രന്ഥ സാഹിബിനെ സംബന്ധിക്കുന്ന പരാമർശത്തിനാണ് സാറിൻ്റെ ഈ ചോദ്യം വന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ അന്നത്തെ സാഹചര്യത്തിൽ സിഖ് മതാനുയായികളുടെ ഇടയിൽ ചെറിയ തരത്തിലുള്ള സ്പർദ്ധകളൊക്കെ പല ഉണ്ടായിട്ടുണ്ട്. അപ്പം മനുഷ്യൻ്റെ രീതി എന്ന് പറയുന്നത് ഒരു രീതിയെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തവർ മറ്റൊരു സംഘമായി മാറുക എന്നുള്ളതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇനിയൊരു ഗ്രന്ഥം, ഇനിയൊരു ഗുരു വരാനില്ല, ഗുരു ഗോവിന്ദ് സിംഗ് പറഞ്ഞതാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യുക, ഞാൻ കമ്പൈൽ ചെയ്ത് കഴിഞ്ഞു. അതുവരെ ഉണ്ടായിരുന്ന ഗ്രന്ഥിൽ അദ്ദേഹം ഒട്ടനവധി കബീർ ദോഹകളും അതുപോലുള്ള പല സാഹിത്യങ്ങളും ഒക്കെ കൂടെ അതിനകത്തോട്ട് ചേർത്തുകൊണ്ട് അദ്ദേഹം അത് കുറച്ചുകൂടെ പൂർണ്ണമാക്കി. പിന്നെ അതിനകത്തൊന്നും ചേർത്തിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം അത്രയും എഴുതി കഴിഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു, ഇനി ഈ ഗ്രന്ഥത്തിൽ മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ആ ഗ്രന്ഥത്തിൽ നിന്ന് ഗ്രന്ഥം നിങ്ങളെ നയിച്ചുകൊള്ളും എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം മറ്റൊരു ഗുരുവിനെ പ്രതീക്ഷിക്കരുത് എന്ന് പറഞ്ഞു. അപ്പം ഞാനത് എന്തുകൊണ്ട് സൂചിപ്പിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിൻ്റെ സാങ്കത്യം കൂടെ പറഞ്ഞിട്ട് വേണം അതിൽ മാറാൻ വേണ്ടി. ഒരിക്കലും അത് രഹത് മര്യാദ എന്ന് പറയുന്ന അവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, അതായത് ഒരു സിഖ് മതസ്ഥനായിരിക്കുന്ന ആൾ അനുഷ്ഠിക്കേണ്ടതല്ല ആ ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്ന ഒന്നും തന്നെ. പൂർണ്ണമായും ജ്ഞാനസംബന്ധിയായിരിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ്. ഗുരുനാനക്ക് ഉദ്ദേശിച്ച രീതിയിലുള്ള സൂഫി സമ്പ്രദായത്തിലുള്ള ഹൈന്ദവ മുസ്ലിം സാഹിത്യങ്ങളിലുണ്ടായിരുന്ന ജ്ഞാനസംബന്ധിയായിരിക്കുന്ന പല കാര്യങ്ങളുടെയും സ്വാംശീകരണമാണ് ഗുരു ഗ്രന്ഥ സാഹിബിൽ ക്രോഡീകരിച്ച് ഗുരു ഗോവിന്ദ് സിംഗ് നമുക്ക് നൽകിയിരിക്കുന്നത്. ഒരിക്കലും നിയമമൊന്നുമില്ല. അപ്പോൾ അതൊക്കെ പഠിക്കാനുള്ള കാര്യങ്ങളാണ്, ജ്ഞാനത്തിന് മാത്രം ഉള്ളതാണ്, ഭക്തി സമർത്ഥകവുമാണ്. അപ്പോൾ ആ ഗുരു ആരോടാണ് ഭക്തി എന്ന് ചോദിച്ചാൽ ഗ്രന്ഥിനോടാണ് ഭക്തി, ഗുരുക്കളോട് മൊത്തം ഭക്തി എന്നുള്ള അർത്ഥത്തിലാണ്. അവിടെ അല്ലെങ്കിൽ ഈ സൂഫി സമ്പ്രദായത്തിൽ അന്നുണ്ടായിരുന്ന സിൽസിലയുടേതായ, സിൽസില എന്ന് പറയുമ്പോൾ ഒരു ഗുരു പരമ്പര. അപ്പം ഞാൻ എൻ്റെ ഗുരുവിനെ ആരാധിക്കുന്നു, എന്നെ എൻ്റെ ശിഷ്യന്മാരെ ആരാധിക്കുന്നു, എൻ്റെ ശിഷ്യനെ അതിൻ്റെ അടുത്ത ആൾക്കാരെ ആരാധിക്കുന്നു. ഇതാണ് ഒരു സിൽസിലയുടെ രീതി. അപ്പോൾ അതൊന്നും നിലവിലിരുന്നിരുന്നു. നാനക് ദേവ് ഒരുപക്ഷെ അത് നല്ലതല്ല എന്ന് കണ്ടു കാണണം. കാരണം പല കപട ഗുരുക്കന്മാരുടെ ഇടയിൽ കയറി ശൃംഖല വരുമ്പോൾ
അവർ വഴിതെറ്റിക്കുന്നതായിട്ട് അദ്ദേഹത്തിന് തോന്നിക്കാണും. ഞാൻ അതിനോട് യോജിക്കുന്നില്ല വ്യക്തിപരമായിട്ട്, കാര്യം വേറൊന്നും കൊണ്ടല്ല. സാമൂഹ്യമായിട്ടൊരു നോട്ടത്തിൽ അത്തരത്തിലുള്ള അനോമലീസൊക്കെ ഇല്ലാതാക്കണം എന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷേ യഥാർത്ഥ ശിഷ്യന് ആര് ഗുരുവായിരുന്നാലും അവൻ സത്യത്തിൽ എത്തിച്ചേരും. അവന് ഗുരുവിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടല്ല അവൻ സത്യാന്വേഷണം നടത്തുന്നത്. അവന് ആവശ്യമുള്ള സത്യം ഗുരുവിലൂടെ, ഏത് കപട ഗുരുവിലൂടെയാണെങ്കിലും പ്രകൃതി അവന് അനുവദിച്ചുകൊണ്ടിരിക്കും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന, ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം. അതുകൊണ്ട് പ്രസക്തമല്ല ആ കാര്യം. ആരായാലും ഗുരുവായാലും ശിഷ്യൻ നന്നായാൽ മതി എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും നാനക് ദേവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇത്തരത്തിലൊരു പ്രശ്നം അവിടെ കണ്ടതുകൊണ്ടാവും അദ്ദേഹം ഇങ്ങനൊരു നിയമം ഉണ്ടാക്കി വെച്ചത്. കാരണം ഗുരു പരമ്പര എന്നുള്ളത് ഇങ്ങനൊരു സിൽസിലയുടേതായ ഭാഗം ഉണ്ടാവരുത് എന്നുള്ളതുകൊണ്ട്, സൂചന ഉള്ളതുകൊണ്ടായിരിക്കണം തീർച്ചയായിട്ടും ഗുരു ഗോവിന്ദ് സിംഗിൻ്റെ കാലം എത്തിയപ്പോൾ ഇനി ഗുരുക്കന്മാരുണ്ടാവില്ല, അതുകൊണ്ട് ഗ്രന്ഥ സാഹിബിനെ ഗുരുവായിട്ട് അംഗീകരിച്ചോളും. ഗ്രന്ഥ സാഹിബിനെയാണ് ഗുരുദ്വാരകളിൽ ആരാധിക്കുന്നതൊക്കെ. ഞങ്ങളെല്ലാം ഇവിടെ പഞ്ചാബിൽ അജ്മീരിൽ പോകുന്ന വഴിക്ക് ഞങ്ങളെല്ലാവരും പൂർണ്ണക്ഷേത്രത്തിൽ പോയി ഗുരു ഗ്രന്ഥ സാഹിബ് ആരാധിച്ചിരിക്കുന്ന കാണാൻ സാധിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ നമ്മൾ ആദ്യം പോകുമ്പം വളരെ ഈസി ആയിട്ട് കയറി പോകാമായിരുന്നു. വളരെയധികം തർക്കങ്ങളും പ്രശ്നങ്ങളും ഒക്കെ നിലയ്ക്കുന്നെങ്കിൽ പോലും ഏറ്റവും സുരക്ഷിതമായിട്ട് ഒരു ചെക്കപ്പും ഇല്ലാതെ, സുരക്ഷാ ഭടന്മാരുടെ ഒന്നും ശല്യമില്ലാതെ കയറിപ്പോകാവുന്ന ഒരു സംവിധാനത്തിൻ്റെ അന്താരാഷ്ട്ര കേന്ദ്രം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും സുവർണക്ഷേത്രമായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷെ ആയിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്, ഇപ്പം അങ്ങനെയല്ല. അവിടെ അടുത്ത കാലത്ത് എന്ന് പറഞ്ഞാൽ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഒരു ആക്രമണം വീണ്ടും നടക്കുകയും അവിടെയുള്ള നിരങ്കാരികളും ഒക്കെ ആയിട്ടുള്ള ചില സംവിധാനങ്ങളുണ്ട്, അവ തമ്മിലുള്ളൊരു ക്ലാഷ് ഉണ്ടാവുകയും അതിനെ തുടർന്ന് ഇപ്പോൾ വീണ്ടും വളരെ സ്ട്രിക്റ്റായിട്ടുള്ള ചെക്കപ്പൊക്കെ നടന്നു തുടങ്ങി. മറ്റേത് ഏറ്റവും മുകളിലുള്ള മട്ടുപ്പാവിൽ, ആ സുവർണ കുംഭഗോപുരങ്ങളുള്ള മട്ടുപ്പാവിൽ നമുക്ക് കയറി നിൽക്കുകയും പലർക്കും ഫോട്ടോ എടുക്കാനും ഒക്കെ സാധിക്കാതെ ഇപ്പോൾ അതൊക്കെ നിരോധിച്ചു. എന്നാലും ഏറ്റവും സൗകര്യം തോന്നുന്നു, സന്തോഷം തോന്നുന്നു, ആനന്ദം തോന്നുന്നതുമായ ഒരു സ്നേഹത്തിൻ്റെ ഒരു അന്തരീക്ഷം അവിടെ ഇപ്പോഴും ഉണ്ട് എന്നുള്ളത് പറയാതിരിക്കുന്ന വിധത്തിൽ. അത് ഞാൻ ഈ ഭംഗിതനാണ് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ, അതല്ല നമ്മുടെ വിഷയം. സാറ് ചോദിച്ച കാര്യത്തിലേക്ക് വരുമ്പോൾ, സാറ് പറഞ്ഞ പോലെ ശങ്കരാചാര്യർ പറഞ്ഞു എന്ന് സാറിപ്പോൾ സൂചിപ്പിക്കുകയുണ്ടായി, ശിഷ്യനും ഗുരുവും ഗ്രന്ഥവും ഇല്ലാതാകും എന്ന് പറഞ്ഞത്. തീർച്ചയായിട്ടും ഈ പറഞ്ഞ ട്രിനിറ്റിയെ സംബന്ധിച്ച് രാമകൃഷ്ണദേവനും പറയുന്നുണ്ട്. ഭാഗവതം, ഭക്തൻ, ഭഗവാൻ എന്നിങ്ങനെ ഒരു 3 കാര്യം. ഭാഗവതം, ഭക്തൻ, ഭഗവാൻ, ഇത് പണ്ട് തൊട്ടേ ഭാരതീയ ചിന്താധാരയിൽ കടന്നു വന്നിരിക്കുന്നൊരു സംഗതിയാണ്. ഇത് തന്നെയാണ് മറ്റൊരു ഭാഷയിൽ, വിപരീതമായിരിക്കുന്ന ഭാഷയിലായിപ്പോയി എന്നുള്ളതേ ഉള്ളൂ. ആ ഭാഷയിൽ ഉമർ ഖയാമും സൂചിപ്പിക്കുന്നത്. അദ്ദേഹം അവിടെ ഉദ്ദേശിച്ച മധ്യപാത്രം, മധുരകാവ്യം, മമസഖിയുടെ അനുരാഗം എന്നുള്ളതാണ്. ഈ മമസഖി എന്ന് പറയുന്ന സഖിയുടെ അനുരാഗം എന്ന് പറയുന്നതാണ് ഭഗവാനായിട്ടോ ഗുരുവായിട്ടോ, അതായത് രാമകൃഷ്ണദേവൻ്റെ ഗുരുവും ശങ്കരൻ്റെ രാമകൃഷ്ണദേവൻ്റെ ഭഗവാനും ഗുരുവിൻ്റെ ശങ്കരനായിട്ട് വരുന്നതും അത് തന്നെയാണ്. മധുര കാവ്യം എന്ന് ഉമർ പറഞ്ഞത് തന്നെയാണ് രാമകൃഷ്ണദേവൻ്റെ പ്രസ്താവനയിൽ ഭാഗവതമായിട്ടും ശങ്കരൻ്റെ പ്രസ്താവനയിൽ ഗ്രന്ഥമായിട്ടും വരുന്നത്. ഗുരു എന്ന് പറയുന്നത് ഭക്തനും ഇവിടെ അവനവനും എന്നുള്ള ഈ 3 അവസ്ഥയിൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇത് 3ഉം തമ്മിലുള്ള ഏകീകരണം ഉണ്ടാകുന്നതിനെക്കുറിച്ചാണ് ആ ഉമർ ഖയാമിൻ്റെ കാവ്യം ഉണ്ടായിരിക്കുന്നത്. അത് തെറ്റിദ്ധരിക്കപ്പെട്ടുകൊണ്ട്, അത് വളരെ ഐന്ദ്രിയ വിഷയങ്ങളിലുള്ള താല്പര്യം മാത്രമുള്ള ഒരു സംസ്കൃതിയിൽ ജനിച്ച ഒരാൾ ആദ്യമായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് കൂടുതൽ നീതി പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് എപ്പോഴും അതിനെ അങ്ങനെ മാത്രമേ മനസ്സിലാക്കാൻ സാധ്യതയുള്ളൂ. സൂഫി രചനകളായാലും അതൊക്കെ തന്നെ ഇത്തരത്തിലുള്ള സൈഫറിക് ലാംഗ്വേജിനകത്ത് ഗുണമായ ഭാഷ ഉപയോഗിച്ചുകൊണ്ട് എഴുതപ്പെട്ടതിന് കാരണം എന്ന് പറയുന്നത് അതിന് ഒരുപാട് ഉപദ്രവം ചില ഭരണാധികാരികൾ, എല്ലാവരും ഇന്ത്യയിലൊക്കെയുള്ള ആദ്യത്തെ ഭരണാധികാരികളൊക്കെ സൂഫി അനുകൂലികളായിരുന്ന പലരും ഉണ്ടായിരുന്നു. അതിൽ വളരെ അപൂർവമായിട്ട് ഔറംഗസീബിനെ പോലെ കുറച്ച് പേര് മാറി വന്നു എന്നുള്ളതേ ഉള്ളൂ. ബാക്കിയൊക്കെ സൂഫി അനുകൂലികളാണ്. ഇപ്പോൾ
നമ്മൾ മഹാരാഷ്ട്രത്തിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഡക്കാനിലെ നവാബ് പിന്നെ ബീദാർ, ബിജപ്പൂർ, ഗോൽക്കൊണ്ട, അഹമ്മദഗർ ഇവിടെയുള്ള സുൽത്താൻമാരൊക്കെ പരമാവധി സൂഫി സമ്പ്രദായത്തിൽ വിശ്വസിച്ചിരുന്നവരായിരുന്നു നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അന്നത്തെ സാഹചര്യത്തിൽ പലപ്പോഴും ഈ സാഹിത്യങ്ങൾക്ക് വേറൊരു രൂപം ഉണ്ടാക്കി ഒളിപ്പിച്ചു വയ്ക്കുമായിരുന്നു, അല്ലെങ്കിൽ അത് നശിപ്പിക്കപ്പെടുന്നുള്ളതുകൊണ്ട് അതിനൊരു മധുരകാവ്യമായിട്ടോ അല്ലെങ്കിൽ ഒരു നോവൽ പോലെയോ ഒരു കവിത പോലെയൊക്കെ ആക്കിക്കഴിഞ്ഞാൽ അത് അധികം ശ്രദ്ധിക്കപ്പെടില്ല എന്നുള്ളതുകൊണ്ട് ചൈനയിൽ ഇത് നടക്കുന്നുണ്ട് ഇപ്പോഴും. അപ്പോൾ ഇതുപോലുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കുന്നതുകൊണ്ട് അത് രഹസ്യമായിട്ട് സൂക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു പുതിയ ഭാഷ സ്വീകരിച്ചു. ആ ഭാഷ സാഹിബിന് മനസ്സിലാകാത്തതുകൊണ്ട് സാഹിബ് അതിനെ പതുക്കെ അദ്ദേഹം ഉദ്ദേശിക്കുന്ന കാര്യങ്ങളാണ്, അദ്ദേഹം ആലോചിക്കുന്ന കാര്യങ്ങളാണ് എന്നുള്ള രീതിയിൽ അദ്ദേഹം മാറ്റിയെടുത്തുകൊണ്ടാണ് അവിടെ സംഭവിച്ചത്. അപ്പോൾ ഈ 3 തത്വങ്ങൾ, അതായത് ഭാഗവതം, ഭക്തൻ, ഭഗവാൻ, അല്ലെങ്കിൽ ഗുരു ശിഷ്യൻ ഗ്രന്ഥം എന്ന് പറയുന്നതൊക്കെ തന്നെയും നിലവിലിരിക്കുന്നത് ആ ഭിന്നത ഉണ്ടായിരിക്കുമ്പോൾ മാത്രമാണ്. ഗുരുവിനെ മനസ്സിലാക്കുന്നതിന് വേണ്ടി, ഗുരുവിനെ ബൗദ്ധികമായിട്ടും ഹൃദയത്തിലൂടെ മനസ്സിലാക്കുന്നതിനുമായിട്ട് ഉപയോഗിക്കുന്ന ഒരു മാധ്യമം മാത്രമാണ് ഗ്രന്ഥം. ഗുരു എന്തു പറഞ്ഞിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ ഗ്രന്ഥം ഉപയോഗിച്ചെന്നിരിക്കാം, ഗുരു എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാൻ ഗ്രന്ഥം ഉപയോഗിച്ചെന്ന് കാണാം. അപ്പോൾ ഗുരുവിൻ്റെ സത്തയിലേക്ക് പോകുന്നതിന് ഒരു പക്ഷേ ഗ്രന്ഥം ആവശ്യമായി വന്നേക്കാം. അപ്പോൾ അങ്ങനെ വരുന്നത് ആവശ്യമായി കഴിഞ്ഞാൽ ഉപനിഷത്തുകൾ പറയുന്നത് എന്താണ്? പിന്നെ ധാന്യത്തെ സ്വീകരിച്ച് കഴിഞ്ഞ് വൈക്കോൽ എങ്ങനെ കളയുന്നോ അതുപോലെ ഗ്രന്ഥത്തെ കളയണമെന്നാണ്. അതുപോലെ ആ ഗ്രന്ഥം ഗുരുവിൽ സായുജ്യം പ്രാപിക്കുന്ന ശിഷ്യനെ ഉപേക്ഷിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഗുരുവിൽ സായുജ്യം പ്രാപിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ശിഷ്യൻ പിന്നെ ഇല്ല, ശിഷ്യൻ ഇല്ലാതായി തന്നെയാണ്. ഒരു ഈയാമ്പാറ്റ എങ്ങനെയാണോ അഗ്നിയിൽ വന്ന് വീണ് സ്വയം ഇല്ലാതാകുന്നത്, അതേപോലുള്ളൊരു ആത്മസമർപ്പണത്തോടു കൂടിയാണ് ശിഷ്യൻ ഇല്ലാതായി ഗുരുവായിത്തീരുന്നത്. അപ്പം പിന്നെയുള്ള ഗുരുതത്വം മാത്രമേ ഉള്ളൂ. തൻ്റേതായ പരിമിതമായിരിക്കുന്ന ബോധം അവിടെ ഇല്ല, വളരെ അനന്തമായിരിക്കുന്ന ബോധത്തിലേക്ക് അവിടെ പ്രവേശിക്കുകയാണ്. ഞാൻ ഉദ്ദേശിക്കുന്ന അത്തരത്തിലുള്ളൊരു ബോധപ്രാപ്തിയെക്കുറിച്ചാണ്. അത്തരത്തിലുള്ളൊരു സായുജ്യത്തിനകത്ത് എത്തുന്ന, അല്ലെങ്കിൽ തൻ്റെ സാധനയുടെ സാഹചര്യത്തിലെത്തുന്ന ഒരു ശിഷ്യനെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഗ്രന്ഥത്തിന് പ്രസക്തിയില്ല. പിന്നെ അദ്ദേഹം എന്തു പറയുന്നുവോ അതൊക്കെ തന്നെ ഗ്രന്ഥങ്ങളിൽ മറ്റ് ഭാഷകളിൽ ഉണ്ടായിരിക്കണം. രമണ മഹർഷി അദ്ദേഹത്തിൻ്റെ പിന്നെ ഈ പറഞ്ഞ പുതിയ ശിഷ്യന്മാരൊക്കെ ഇവിടെ വന്ന് കൂടിക്കഴിഞ്ഞപ്പോൾ അവർ കൊണ്ടുവന്ന ഗ്രന്ഥങ്ങളൊക്കെ വായിച്ച് കേൾപ്പിക്കുമ്പോൾ അദ്ദേഹം ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത്, മനസ്സിലാക്കിക്കൊണ്ടിരുന്നത്, താൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, താൻ മനസ്സിലാക്കിയിരിക്കുന്ന കാര്യങ്ങൾ ഗ്രന്ഥത്തിൽ പല രീതിയിൽ കിടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയാണ്. ഇതാണ് ഒരു ബോധപ്രാപ്തിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. താത്വികമായിരിക്കുന്ന അല്ലെങ്കിൽ അവയർനെസ്സിൻ്റെ ചിത്ഭാവത്തിലൂടെ ബോധപ്രാപ്തിയിലെത്തുന്ന അതേ സംബന്ധിച്ചിടത്തോളം അവർ തിരിച്ചറിയുന്ന പല കാര്യങ്ങളും ഗ്രന്ഥങ്ങളിലുണ്ട് എന്ന ഒരു തിരിച്ചറിവും കൂടെ രണ്ടാമതുണ്ടാകും. ഇത് ഗ്രന്ഥങ്ങളിൽ ഏത് രൂപത്തിലാണ് കിടക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ഒരു പക്ഷേ ഗൗതമ ബുദ്ധൻ അതിന് ശ്രമിച്ചിട്ടില്ല എന്നെനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഗൗതമ ബുദ്ധൻ പഠിച്ച 6 സമ്പ്രദായങ്ങളും വ്യത്യസ്തമായിരിക്കുന്ന കാഴ്ചപ്പാടുകളോടുകൂടിയാണ്. അപ്പോൾ അദ്ദേഹം പലപ്പോഴും പിന്നീട് താൻ കണ്ടെത്തിയ സംഗതികൾ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് കണ്ടെത്താൻ ശ്രമിച്ചിട്ടില്ല, നോക്കിയിട്ടില്ല. കാരണം അതിൻ്റെ ആവശ്യമില്ല എന്ന് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവ തമ്മിലൊരു സംഘടന വൈരുദ്ധ്യത്തിലാണ് എന്ന് മറ്റുള്ളവർക്ക് തോന്നി. ഇതറിയാമെങ്കിൽ നമ്മൾ സംസാരിക്കുമ്പോൾ ഇതാണ് ആ പറഞ്ഞിരിക്കുന്നത്, ഞാനിപ്പോൾ പറയുന്ന കാര്യമാണ് ബൈബിളിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ഇങ്ങനെ ഇപ്പം പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ഭാഗവതത്തിൽ അത് പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ ഗീതയിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് എന്ന് റെഫർ ചെയ്യാൻ സാധിക്കുന്നത് അത്തരത്തിലുള്ള കോഴ്സ് റെഫറൻസ് ഉള്ളതുകൊണ്ടാണ്. കാരണം കൂടുതലായി മനസ്സിലാക്കും. അത് വായിച്ചിട്ട് മനസ്സിലാക്കാത്തവനോ അതാണിത് പറഞ്ഞിരിക്കുന്നതല്ലേ എന്ന് തിരിച്ചറിയാൻ സാധിക്കും. ഓഷോയുടെ പ്രസംഗങ്ങളിൽ അത് സാധ്യതയുണ്ട്. ഓഷോ അങ്ങനെ തന്നെ സംസാരിക്കുന്നുണ്ട്, പലതും അങ്ങനെ റെഫർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് പല കാര്യങ്ങളെക്കുറിച്ചൊപ്പം മനസ്സിലാക്കാൻ സാധിക്കുന്നു മനുഷ്യനെ. അവൻ്റെ ബോധത്തിൽ കിടക്കുന്ന ചില പിന്നെ അതായത് സൈക്കിൽ കയറിയിട്ടുള്ള ചില സിമ്പലുകൾ, ആ സിമ്പലുകൾ എപ്പോഴും ഉപയോഗിക്കേണ്ടതായ ഒരു ഉത്തരവാദിത്വം അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ളൊരു സാഹചര്യം, ഇത് രണ്ടും ആവാം. സാഹചര്യമായിട്ടും പറയാം, ഉത്തരവാദിത്വമായിട്ടും പറയാം. ബുദ്ധന്മാർക്ക് ഉണ്ടാവാറുണ്ട്. ബുദ്ധന്മാർ ഈ സാഹചര്യം ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് അറിയാവുന്ന ഭാഷയിലേ സംസാരിക്കുള്ളൂ, അല്ലാതെ അവർക്ക് അറിഞ്ഞുകൂടാത്തൊരു ഭാഷയിൽ സംസാരിച്ചിട്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ അവരുടെ ഇടയിൽ പ്രചരിച്ചിട്ടുള്ള സിമ്പലുകളെ ഉപയോഗിച്ചുകൊണ്ടായിരിക്കും. അപ്പോൾ ദൈവം അല്ലെങ്കിൽ പിന്നെ വേറൊരു കാര്യം, ഇങ്ങനെയുള്ള പല സിമ്പലുകളെയും അവർ ഉപയോഗിക്കേണ്ടതായിട്ട് തന്നെ വരും. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ അവർ മനസ്സിലാക്കണമെങ്കിൽ ഒരൊറ്റ വഴിയേ ഉള്ളൂ, അല്ല അതിനകത്തെ ഭാഷ സംസാരിച്ച കാര്യമില്ല. അതുകൊണ്ട്
അങ്ങനെ സംസാരിക്കുന്നതിൻ്റെ പ്രസക്തിയാണ് ഗ്രന്ഥങ്ങൾക്കുള്ളത്. അവയാണ് ഗ്രന്ഥങ്ങളിലുള്ളത്, അല്ലെങ്കിൽ അവർക്ക് മുമ്പ് പറഞ്ഞിട്ടുള്ളവയാണ് ഗ്രന്ഥത്തിലുള്ളത്. അതിൻ്റെയൊക്കെ അംശം സ്വീകരിച്ചു കഴിഞ്ഞാൽ, അതിൻ്റെ എസൻസ്, രസം സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ കൊത്തായി കിടക്കുന്നതാണ് ആ ഗ്രന്ഥം. സത്തെടുത്തു കഴിഞ്ഞു, പിന്നെ കൊത്തു മാത്രമേ ഉള്ളൂ. ആ കൊത്തിനെ അവിടെ തന്നെ നമ്മൾ ഉപേക്ഷിക്കപ്പെടുന്നു. അതാണ് ശങ്കരാചാര്യ പറഞ്ഞു എന്ന് സാറ് പറഞ്ഞു. ഞാനതങ്ങനെ കേട്ടിട്ടില്ല കേട്ടോ. ശങ്കരാചാര്യ പറഞ്ഞു എന്ന് സാറ് ഉദ്ധരിച്ച ഗ്രന്ഥമില്ല, ഗുരുവുമില്ല, ശിഷ്യനുമില്ല എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തുന്നതിനെക്കുറിച്ചുള്ള ആ സാധനയുടെ സാഹചര്യം അല്ലെങ്കിൽ സായുജ്യം, ആ വ്യക്തിയുടെ സായുജ്യം, ഗുരുവുമായുള്ള സായുജ്യം, അവിടെ ഗ്രന്ഥവും ഗുരുവും ശിഷ്യനും ഒക്കെ ഒന്നായിത്തീരുന്നു. ഇത് തന്നെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഉമർഖ്യാം പറഞ്ഞിരിക്കുന്നത്. ഇതാണ് മനോഹരമായിട്ട് ഉമർഖ്യാം പറഞ്ഞിരിക്കുന്നത്. നമ്മളിതൊരിക്കൽ വളരെ പണ്ട് സുദിനമൊക്കെ ഉള്ളപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതൊരിക്കൽ വലിയ ചർച്ചയായിട്ട് എവിടെയോ പബ്ലിഷ് ചെയ്തിട്ടുണ്ടെന്ന് എൻ്റെ ഓർമ്മയിൽ പറയുന്നു. ഇനി ഇത് സാറ് മൂന്നാമതായിട്ട് സംസാരിച്ചതും ചോദ്യത്തിലേക്ക് വരുന്നതും എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഒരിക്കലും പിന്നെ സത്യം മനസ്സിലാക്കി തരാൻ പറ്റില്ല എന്ന് വിദ്യുത് കൃഷ്ണമൂർത്തി പറഞ്ഞതിനെ കുറിച്ചാണ്. എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഇസ് എ റിഡക്ഷൻ. എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഇസ് എ റിഡക്ഷൻ, whereas wisdom is very expansive, unlimited. ഒരിക്കലും അതിനെ ചുരുക്കാൻ പറ്റാത്ത രീതിയിൽ വ്യാപ്തിയുള്ളതാണ് ജ്ഞാനം, സത്യം. അതിനെ ക്ലിപ്തമായിരിക്കുന്ന എസ്റ്റാബ്ലിഷ്മെൻറ്റുകളിൽ കൂടി, പ്രസ്ഥാനങ്ങളിൽ കൂടി അല്ലെങ്കിൽ സംവിധാനങ്ങളിൽ കൂടി സംസാരിപ്പിക്കേണ്ടി വരുമ്പോൾ അത് കൊച്ചായിട്ട് കാണുന്നു. നമ്മൾ ഒരു ജനാലയിൽ കൂടി പുറത്തേക്ക് നോക്കുമ്പോൾ ജനാലയുടെ സൈസിലുള്ള ഒരു ഭൂപ്രദേശമല്ല നമ്മൾ കാണുന്നത്. ജനാലയിൽ കൂടെ നമ്മൾ കാണുന്ന ഭൂപ്രദേശം എന്ന് പറയുന്നത് ജനാലയുടെ എത്രയോ മടങ്ങ് വലുതാണ്. പക്ഷെ കാണുന്നതിന് ഈ പരിമിതമായ കൊച്ചു കിളിവാതിലോ ഒരു ജനലോ ആവശ്യമായിട്ട്. ഇതാണ് എസ്റ്റാബ്ലിഷ്മെൻറ്റിൻ്റെ പ്രസക്തി. അദ്ദേഹം പറഞ്ഞത് നമ്മൾ ജനാലയിൽ കൂടെ പുറത്തേക്ക് നോക്കിക്കൊള്ളുക, പക്ഷെ ജനാലയ്ക്കല്ല പ്രാധാന്യം, പുറത്തേക്കുള്ള ദൃശ്യത്തിനാണ് പ്രാധാന്യം എന്നാണ് അദ്ദേഹം ഈ എസ്റ്റാബ്ലിഷ്മെൻറ്റിനെ നിരാകരിക്കുന്ന വഴി ഉദ്ദേശിച്ചത്. സാറ് തന്നെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റിൽ പിന്നെ കുടുങ്ങിപ്പോയി എന്നൊരവസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് കാരണം ഇതുകൊണ്ട് തന്നെ. കാരണം അദ്ദേഹം തിരിച്ചറിയുന്നു എസ്റ്റാബ്ലിഷ്മെൻറ്റിൻ്റെ ആവശ്യം എന്താണെന്ന് അദ്ദേഹം മനസ്സിലാകുന്നു. അദ്ദേഹം സ്കൂൾ സ്ഥാപിച്ചു, എസ്റ്റാബ്ലിഷ്മെൻറ്റാണ്. ഒരു സ്കൂൾ സ്ഥാപിച്ച് കുറേ പേർക്ക് വിദ്യാഭ്യാസം കൊടുത്തു എന്ന് പറയുന്നത് കൊണ്ട് ലോകം മുഴുവൻ നന്നാകുമോ? ഇല്ല. പക്ഷെ താൻ ചെയ്യുന്ന ധർമ്മം എന്താണെന്ന്, തൻ്റെ ഉദ്ദേശം എന്താണെന്ന്, തൻ്റെ തത്വം എന്താണെന്ന് പ്രായോഗികമായിട്ട്, താത്വികമായിട്ട് മാത്രമല്ല പ്രായോഗികമായിട്ട് ജനത്തിനെ ബോധ്യപ്പെടുത്തണമെങ്കിൽ അത് പ്രയോഗിച്ച് കാണിച്ചു കൊടുത്തേക്കുള്ളൂ. അപ്പോൾ അങ്ങനെ പ്രയോഗിച്ച് കാണിക്കാനുള്ളൊരു പരീക്ഷണശാലയായിട്ടാണ് അദ്ദേഹം ആ സ്കൂൾ സ്ഥാപിച്ചിരിക്കുന്നത്. അതെങ്ങനെ നടക്കുന്നതെന്ന് എനിക്കറിയില്ല, അതിനെക്കുറിച്ച് ഞാൻ അന്വേഷിക്കാറുമില്ല. അതല്ല നമ്മുടെ ഒരു പ്രസക്തി. അത് നടക്കണമെന്നോ ഇല്ലേം തന്നെ അങ്ങനെ തന്നെ നടക്കണമെന്നൊന്നും വാശി പിടിച്ചിട്ട് കാര്യമില്ല. കാരണം അദ്ദേഹത്തിൻ്റേതായ സാന്നിധ്യവും അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യവും രണ്ട് സാഹചര്യങ്ങളാണ് ഉണ്ടാക്കുന്നത്. വ്യത്യസ്തമായ സാഹചര്യങ്ങളിലുള്ള വ്യത്യസ്തത തീർച്ചയായിട്ടും അതിനകത്ത് ഉണ്ടായിരിക്കും എന്നുള്ളതും കൂടെ പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു സ്ഥാപനം ഉണ്ടാക്കുമ്പോൾ അതൊരു എസ്റ്റാബ്ലിഷ്മെൻറ്റാണ്. ആ എസ്റ്റാബ്ലിഷ്മെൻറ്റിന് ട്രൂത്ത് കൺവേ ചെയ്യാൻ പറ്റില്ല. പക്ഷേ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ക്യാൻ give you a glimpse of truth partially, just like the window gives you a view from the room. മുറിക്കകത്ത് നിന്ന് ജനാലയിൽ കൂടെ നോക്കുമ്പോൾ നമുക്കൊരു ദൃശ്യം, പ്രകൃതിയുടെ ദൃശ്യം കിട്ടുന്നത് പോലെ അത് വലിയ മരം. ഇപ്പോൾ ഞങ്ങളിപ്പോൾ ബ്രഹ്മോറിൽ പിന്നെ ഹിമാചലിലെ ബ്രഹ്മോറിൽ പോയി താമസിച്ചപ്പോൾ അവിടെ താമസിക്കാൻ വേണ്ടി തന്ന ഒരു ചെറിയ റൂമുണ്ടായിരുന്നു. ആ റൂമിനെ ജനാല തുറന്ന് നോക്കി കഴിഞ്ഞാൽ വളരെ മനോഹരമായ ദൃശ്യമായിരുന്നു. വാസ്തവത്തിൽ ആ മലയിലേക്ക് നമ്മുടെ സഞ്ചാരികൾ കൂടെ കയറിപ്പോയല്ലോ, മണിമഹേഷിലേക്ക് കയറിപ്പോയി. അവർ സന്തോഷിക്കുന്നതിനേക്കാളും വളരെ രമ്യമായിട്ട് ദൂരെ നിന്ന് നോക്കുമ്പോൾ പർവ്വതങ്ങൾ കാണുന്നത്. പർവ്വതങ്ങൾ ദൂരത്തിൽ രമ്യമായിരിക്കുന്ന സംസ്കൃതത്തിലൊരു ശ്ലോകമുണ്ട്, നമ്മൾ സംസ്കൃതം പഠിക്കുന്നൊരു സാധനമാണ്. അപ്പോൾ അതുപോലെ അത്രയ്ക്ക് രമ്യമായിട്ട് നമുക്ക് തോന്നാറുണ്ട്. പക്ഷെ അത് ജനാലയുടെ സൈസല്ല. ജനാല നമ്മൾ ആ കാണുന്ന വിസ്തൃതിയുടെ 1,00,000-1 അതുപോലും സംശയമാണ്. അതുപോലെ എസ്റ്റാബ്ലിഷ്മെൻറ്റ്
ക്ലിപ്തമാണ്. ആ ക്ലിപ്തമായിരിക്കുന്ന എസ്റ്റാബ്ലിഷ്മെൻറ്റിലേക്ക് കൂടെ നമുക്ക് കാണാൻ സാധ്യമാകാം ഒരു വ്യാപ്തിയെ. അവിടെ നമ്മുടെ കാഴ്ചപ്പാട് പ്രസക്തമാണ്. ഇത് ക്ലിപ്തമാണെന്നും അത് വ്യാപ്തമാണെന്നും തിരിച്ചറിയുന്നതിന് ഇത് ആനന്ദം ഉണ്ടാകും. ഇപ്പം എനിക്ക് ഓർമ്മ വരുന്ന മറ്റൊരു തമാശയാണ്. ഒരു ഉഴുന്നുവട ഹോട്ടലിൽ കയറി ഉഴുന്നുവട ചെറുതായി പോയല്ലോ എന്നൊരാൾ കംപ്ലൈൻറ്റ് വരാം. അപ്പം ഹോട്ടൽ മാനേജർ എന്തോന്ന് സാറേ പറയുന്നത്? സാർ ആ ഉഴുന്നുവട എടുത്ത് ഓട്ടയിൽ കൊണ്ട് നോക്കണം സാർ, ഈ ലോകം മുഴുവൻ കണ്ടുകൂടെ സാർ? ഇത്രയും വലിയ ഇത് മുഴുവൻ ഈ ദ്വാരത്തിൽ കൂടെ നോക്കുമ്പോൾ കണ്ടുകൂടെ? പിന്നെ സാറ് വട ചെറുതാണെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും എന്ന് ചോദിച്ചെന്ന് പറയുമ്പോഴാണ്. അപ്പോൾ കാഴ്ചപ്പാടിൻ്റെ വ്യത്യാസമാണ്. അപ്പോൾ ആ വ്യാപ്തി നമ്മൾ മനസ്സിലാക്കുകയും ഇതൊരു ക്ലിപ്തതയാണെന്ന് മനസ്സിലാക്കുകയും ചെയ്യുകയാണെങ്കിൽ സാറിന് ജനാലയം ഉപയോഗിക്കാം, എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഉപയോഗിക്കാം, ഗ്രന്ഥങ്ങൾ ഉപയോഗിക്കാം. അവയൊന്നും നിഷിദ്ധമല്ല. അതുമായിട്ട് പ്രകൃതി സംഭവിച്ചിരിക്കുന്ന ഒന്നും തന്നെ അനാവശ്യമില്ല. പക്ഷേ അവയ്ക്ക് യൂസും അബ്യൂസും ഉണ്ട്, വ്യാപ്തിയും പരിമിതിയും ഉണ്ട്. അത്രയുമാണ് സാറിൻ്റെ ഈ ചോദ്യങ്ങളിൽ നിന്ന് എനിക്ക് പറയാനുള്ളത്.